ആദ്യം വലിയൊരൊച്ച കേട്ടു. 100 ഇടിമുഴക്കങ്ങളുടെ അത്ര ശബ്ദം. പിന്നെ ഒരു മഞ്ഞൊഴുക്കായിരുന്നു. പിന്നെ മൊത്തം ഇരുട്ട്. എല്ലാം കഴിഞ്ഞെന്ന് കരുതി. ഉത്തരാഖണ്ഡിൽ ഹിമപ്രവാഹത്തിൽപ്പെട്ടിട്ടും ജീവൻ രക്ഷപ്പെട്ട വിപിൻ കുമാർ പറയുന്നു. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉത്തരാഖണ്ഡിലെ ചമോലിക്കടുത്ത മനായിൽ റോഡ് നവീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളാണ് അപകടത്തിൽപ്പെട്ട വിപിൻ. വലിയ മെഷീനുകൾ മാറ്റിക്കൊണ്ടിരുന്ന ജോലിയിൽ ഏർപ്പെട്ടവരായിരുന്നു വിപിനും സഹപ്രവർത്തകരും. കൂട്ടുകാരെപ്പോലെ വലിയ ലോഹ കണ്ടെയ്നറിൽ വിശ്രമിക്കുകയായിരുന്നു വിപിനും. തൻ്റെ ചുറ്റും മഞ്ഞുമലയായപ്പോഴേക്കും വിപിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമെടുത്തു. വലിയ ശബ്ദം കേട്ട് ഞെട്ടിത്തെറിച്ച് എനിക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഞാൻ തീർന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. വലിയ തിരമാലകൾ പോലെ ഒഴുകി വന്ന മഞ്ഞുമലകൾ ഞങ്ങളെയെല്ലാം മൂടിക്കളഞ്ഞു. അവിടെ കുടുങ്ങിപ്പോയ വിപിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മഞ്ഞിൽ മരവിച്ച് പോയി ശരീരം, മനസ്സ് ഭയത്തിലും. ഇനി ലോകം കാണാനാകില്ലെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ എങ്ങനെയോ എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ ശരീരമൊന്ന് അനക്കി നോക്കി. ശരീരത്തിന് മുകളിൽ കൂമ്പാരമായി കിടക്കുന്ന മഞ്ഞുമലകളെ ഞാൻ പതുക്കെ ഇളക്കി നോക്കി. രക്ഷപ്പെടാനുള്ള ഓരോ ശ്രമവും ഞാൻ നടത്തുകയായിരുന്നു. ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനം ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് പുറത്തേക്ക് കടന്നു. തൊട്ടടുത്ത ആർമി ബേസിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു ചെന്നു. ഒറ്റയ്ക്ക്, ഒരു മാർഗനിർദ്ദേശവുമില്ലാതെ. പക്ഷേ എന്നിൽ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. വിപിൻ കുടുങ്ങിക്കിടന്നിടത്ത് നിരവധി തൊഴിലാളികൾ ഇതേപോലെ ലോഹ കണ്ടെയ്നറിനകത്ത് വിശ്രമിക്കുകയായിരുന്നു. മഞ്ഞൊഴുകിയപ്പോൾ എല്ലാം ഒലിച്ചുപോയി. ലോഹങ്ങളൊക്കെ പൊടിയായി. കണ്ടെയ്നറുകൾ ഉരുണ്ടുപോയി. ചിലർ പുറത്തേക്ക് വീണു. ചിലർ എഴഞ്ഞും ചിലർ നടന്നും രക്ഷപ്പെട്ടു. പലരും മതിയായ തണുപ്പ് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. ശരീരത്തിൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കാനോ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ കണ്ടെയ്നറകത്ത് തൊഴിലാളികൾ മാത്രമല്ല, എഞ്ചിനീയർമാർ, മെക്കാനിക്കുകൾ, പാചകക്കാർ, മെഷീൻ ഓപ്പറേറ്റർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയായ മനായിലെ റോഡിലെ മഞ്ഞ് നീക്കലായിരുന്നു അവരുടെ ജോലി. മഞ്ഞു മാറ്റി റോഡ് ക്ലിയർ ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്തിരുന്നത്. ഇന്നവർ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നിരിക്കുകയാണ്. രക്ഷപ്പെട്ട ചിലർക്ക് ചെറിയ പരിക്കുകളുള്ളവരുമുണ്ട്. മറ്റു ചിലർ അത്ര ഭാഗ്യവാന്മാരല്ല. ഗുരുതരമായ പരിക്കേറ്റ നിരവധി പേരുണ്ട്. ബീഹാറുകാരനായ പ്രോജക്റ്റ് മാനേജറുടെ തലയിൽ 29 തുന്നിക്കെട്ടുകളാണുള്ളത്. ആർമി ആശുപത്രിയിലെത്തിയ വിപിന് ശരീരത്തിൽ നിന്നെല്ലാം വലിയ വേദന. തൻ്റെ ഫോണെടുത്ത് കുടുംബാംഗങ്ങളെ വിളിക്കാൻ വിപിൻ ശ്രമിക്കുന്നു. വേദന കൊണ്ട് ഫോൺ വിളിക്കാൻ കഴിയുന്നില്ല. വെള്ളിയാഴ്ച 5 മണിക്ക് ഭാര്യയെ ഫോണിൽ വിളിച്ചതാണ്. അതിനുശേഷമാണ് ഹിമപ്രവാഹമുണ്ടായത്. വിപിൻ പറഞ്ഞു, ഇന്ന് വീണ്ടും അവർ എന്നെ വിളിച്ചു. എനിക്കവരോട് പറയാൻ കഴിയുന്നില്ല. വിപിൻ്റെ വാക്കുകൾ ഇടറി. വിപിൻ രക്ഷപ്പെട്ടുവെന്ന് അന്നവർക്കറിയില്ലായിരുന്നു. ചൈനീസ് അതിർത്തിയായ മനാ ഗ്രാമത്തിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ സൈറ്റിൽ 57 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 2 പേർ ലീവിലായിരുന്നു. ബാക്കിയുള്ളവർ 8 ഇരുമ്പ് കണ്ടെയ്നറുകളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. 22 പേരാണ് ബദ്രിനാഥ് ഭാഗത്തേക്ക് നടന്ന് രക്ഷപ്പെട്ടത്. 4 പേരാണ് മരിച്ചത്. മറ്റുള്ളവർ പലയിടത്തും കുടുങ്ങിക്കിടന്നു. 20 കിലോമീറ്റർ റോഡ് മുഴുവൻ 5 അടി ഉയരത്തിൽ മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള റോഡ് മുഴുവൻ മഞ്ഞിൽ മൂടിയത് കാരണം രക്ഷാപ്രവർത്തനവും ദുസ്സഹമാണ്. ആർമിയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോൺ, റഡാർ, നായകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്.